ഈ ഞാൻ എൻ്റെ ആദ്യത്തെ ഫിലിം ഹാപ്പി വെഡിങ് ഒരു കോമഡി മൂവിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊരു ആക്ഷൻ മൂവി ചെയ്യാമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ബാബു ഗവൺമെന്റ് ചേട്ടനും കൂടി പവർ സ്റ്റാറിന് ഞാൻ കുറെ ഇങ്ങനെ അതിന്റെ പരിപാടികൾ നടന്നു. പക്ഷെ എന്തുകൊണ്ട് നടന്നില്ല. പിന്നെ എനിക്ക് ഒരു ആക്ഷൻ ചെയ്യണം. പക്ഷെ ഈ മലയാള ഫിലിമിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ കോൺസ്റ്റബിൾ വേഷം ചെയ്താൽ പിന്നെ ഫുള്ള് കോൺസ്റ്റബിൾ വേഷം കിട്ടുള്ളൂ. അതേപോലെ ബ്ലെസ്സിങ് സാർ അല്ലേ, അതേപോലെ നല്ല പ്രൊഡ്യൂസേഴ്സിലൊക്കെ നമുക്കൊരു ആക്ഷൻ പടം ചെയ്യാൻ നമുക്കൊരു അവസരം തന്നാലാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതില് എന്നെ സഹായിച്ച ഷീലുവാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക്സ് പറയാനുള്ളത്. പിന്നെ അബ്രഹാം സാറ്. അപ്പൊ എല്ലാവരോടും താങ്ക് യു. ഞങ്ങള് എല്ലാവരും ഇപ്പോഴും ഇവിടെ വരാൻ പറ്റാത്ത ഞങ്ങളുടെ ടെക്നീഷ്യൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇപ്പോഴും നമ്മൾ ഇതിന്റെ പ്രോസസ്സിലാണ്. അപ്പൊ എല്ലാവരുടെ സപ്പോർട്ടും വേണം. ഒരുപാട് പേർക്ക് വരാൻ പറ്റിയില്ല, ടെക്നീഷ്യന്മാർക്ക് വർക്ക് പോയിക്കൊണ്ടിരിക്കുക ഓണത്തിന്റെ റിലീസിന് വേണ്ടി. അപ്പോൾ എല്ലാവരോടും ഒരു ബിഗ് താങ്ക് യു. ഈ ട്രെയിലർ നിങ്ങൾ കണ്ടില്ലേ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണക്ട് ആവും തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ബിഗ് താങ്ക് യു റഹ്മാൻ സാർ, ബാബു അണ്ണി ചേട്ടൻ, എല്ലാവരും സൈൻ ചേട്ടൻ, എല്ലാവരോടും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഒരു മിനിറ്റ് പോലെ പോലെ യെസ്, എനിക്ക് തോന്നുന്നു ടിൻചേട്ടനാണ് നമ്മുടെ കോഴിക്കോട് കഴിഞ്ഞ ഒരു ഇവന്റിൽ വെച്ചിട്ട് ടിൻചേട്ടൻ പറഞ്ഞിരുന്നു നമ്മുടെ മലയാളത്തിന്റെ രോഹിത് ഷെട്ടി ആവാൻ പോകുന്ന ആളാണെന്ന് അല്ലേ. ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെയാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, രോഹിത് ഷെട്ടി ആവണമെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് വേണം. ബഡ്ജറ്റ് ഉണ്ടെങ്കിലാണ് എന്ത് ഷെട്ടി നമുക്ക് ആവാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ പ്രൊഡ്യൂസേഴ്സ് വരുന്ന രോഹിത് ഷെട്ടിയെ മാറ്റുന്ന താങ്ക് യു. എൻ്റെ സിനിമാ ജീവിതത്തിൽ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എല്ലാ സൂപ്പർ സ്റ്റാർസിനോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ സാധിച്ചത്. അതിൽ പ്രാഞ്ചിയൻ ആൻഡ് സെയിന്റ് എന്ന സിനിമയാണ് എനിക്ക് ബ്രേക്ക് കിട്ടിയത്. ആ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു എവർഗ്രീൻ ഹിറ്റായിരിക്കുമെന്ന്. പിന്നീട് കഴിഞ്ഞ വർഷം സുരേഷ് ഏട്ടനോടൊപ്പം, സുരേഷ് ഗോപിയോടൊപ്പം, ജോഷി സാറിനോടൊപ്പം വർക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് ഹിറ്റാണ്. അതിനോടൊപ്പം കാരണം നമുക്ക് എന്തോ ഒരു വൈബ് കിട്ടാറുണ്ട്. അതുകൊണ്ട് എഴുതി വെച്ചോ, ഞാൻ ഈ പറഞ്ഞത് റഹ്മാൻ സാർ ട്രെൻഡ് മാറ്റും, മലയാളത്തിന്റെ ഇപ്പോഴുള്ളൊരു ട്രെൻഡ് മാറ്റും എന്നുള്ള യാതൊരു സംശയവുമില്ല. എന്നിട്ട് എന്തൊരു സന്തോഷമില്ല, അതൊന്ന് കൈയടിച്ചോ. ഇതിന് 10 പൈസ ചെലവില്ല. നിങ്ങൾക്കറിയോ, ഈ കൈ രണ്ട് ചേർത്ത് അടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് രക്തപ്രസാദം ഗ്ലാമർ കൊടുക്കും അല്ലേ. കാരണം ഇന്നത്തെ കാര്യം എനിക്ക് ഗ്രൂപ്പല്ല വന്നിരിക്കുന്നത്, നിങ്ങളൊരു ഗ്യാങ് ആയിട്ടല്ല, അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു സർപ്രൈസ് എലമെന്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടി. പ്രിയരെ, മലയാള സിനിമയുടെ ഒരറ്റ മുതൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും മികച്ച പ്രൊഡ്യൂസേഴ്സ് ആണ്. റാംജി റാവു സ്പീക്കിംഗ് അടക്കമുള്ള സിനിമ, ഒമറിന്റെ തന്നെ അഡാർ ലവ് ചെയ്ത് ഓൾ ഇന്ത്യക്ക് ഔസേപ്പച്ചൻ സാർ ഇരിക്കുന്നു, സിയാദ് കോക്കർ, സിയാദ് ഖാന്ന് വിളിക്കാം. ലിസ്റ്റിൽ എന്ന് പറയുന്നത് എനിക്ക് അമ്പലപ്പരം പരിപാടി മുതൽ പിടിച്ചു തന്നിരുന്ന ഒരാളാണ്. പള്ളി പരിപാടി മുതൽ സിനിമ എടുക്കാൻ തുടങ്ങിയിട്ട് എന്നെ അടുപ്പിക്കാറില്ല, പക്ഷെ എല്ലാത്തിന്റെ പ്രൊമോഷൻ ഞാൻ കൂടെ നിൽക്കാറ്. പിന്നെ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ന്യൂജൻ പ്രൊഡ്യൂസറാണ് എബ്രഹാം സാർ. യൂത്ത് ഐക്കൺ എന്ന് വിളിക്കാം. കാരണം വന്ന ഉടനെ 15 തവണ ചെയ്തു നേരപ്പനെ പട്ടപ്പട്ടയെന്നാണ് പടങ്ങൾ ചെയ്തത്. ഇതിലെ നായകൻ എന്ന് പറയുന്നത് എൻ്റെ പഠനകാലത്ത് ഞാൻ കൊതിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ എന്ന് പറഞ്ഞിട്ട് സെയിന്റ് ജോസഫ് കോളേജിൽ ചെന്നപ്പോൾ പെൺപിള്ളേര് ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട്. റഹ്മാൻ. കാരണം അന്ന് മമ്മൂക്ക എല്ലാവരും നിൽക്കുമ്പോൾ അതേ ലെവലിൽ തന്നെ എത്തിയ ആ ഒരു കനൽ ആളിക്കത്താൻ പോവുകയാണ്. പിന്നെ ബാബു ചേട്ടൻ, കുട്ടിക്കാലത്ത് എപ്പോഴും നമ്മൾ ആദ്യം പരിശീലിക്കുന്നത് കരാട്ടെ ആയിരിക്കും അല്ലെ. ഇവിടെ എല്ലാവർക്കും അറിയാം ബ്രൂസ്ലി ആയിരിക്കും നമ്മുടെ. പക്ഷെ നമുക്ക് സ്വന്തമായിട്ടൊരാൾ എന്നുള്ളത് ബാബു ചേട്ടൻ, മലയാളത്തിന്റെ സ്വന്തം പവർ സ്റ്റാർ. യെസ്, പവർ സ്റ്റാർ ബാബു ആന്റണി. അദ്ദേഹം സ്ക്രീനിലേക്ക് എത്തുമ്പോഴേക്കും അറിയാം, നമുക്കറിയാം ഫയറാണ്. എപ്പോഴും ഒരു മാലപ്പടക്കത്തിന്റെ അവസാനം ഒരു ഗുണ്ടുണ്ടാവും. ആ ഗുണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം RDX പോലുള്ള സിനിമകളിൽ ഇത്ര ഹൈപ്പ് ഉണ്ടാക്കിയ ഒരു സീൻ. പക്ഷെ നമ്മുടെ കൊതി തീർന്നില്ല അന്ന് ഫൈറ്റ് ചെയ്തിട്ട്. വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് ഞാൻ സിനിമയെ കുറിച്ച് അധികം ഒന്നും പറയാൻ പോകുന്നില്ല, കാരണം ഓൾറെഡി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് നന്നായി അറിയാം. ഇതൊരു നല്ല സിനിമയാണ്, വലിയ സിനിമയാണ്, പ്രത്യേക സിനിമയാണ്, ഒരു ഡിഫറെൻറ്റ് സിനിമയാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇതെല്ലാമാണ്. എൻ്റെ കരിയറിൽ ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇതുപോലെ ഒരു മാസ് എൻ്റർടൈനിങ് സിനിമ ചെയ്തിരുന്നത്. വളരെ ത്രില്ഡാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതിൻ്റെ ടീസർ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസസ് എനിക്ക് കിട്ടുന്നുണ്ട് പ്രേക്ഷകരിൽ. സോ ഞാനും ടെൻഷനാണ് ഇതിൻ്റെ. പക്ഷെ ഇന്ന് ഈ വേദിയിൽ ഇപ്പം എനിക്ക് നന്ദി പറയാനുള്ളത് 2 പേരുടേതാണ്. ആദ്യം ഒന്ന് ഈ പടത്തിൻ്റെ സംവിധായകൻ. കാരണം ഇങ്ങനെ ഒരു കഥയായിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം എൻ്റെ മേൽ കാണിച്ച വിശ്വാസമാണ് എനിക്കിങ്ങനെ ഒരു പടം ചെയ്യാൻ കഴിയുന്നത്. ഒമർ ലുലു, താങ്ക് യു സോ മച്ച് ഒമർ ആൻഡ് സാർ. again
റൈറ്റർ. താങ്ക് യു സോ മച്ച് ഓമർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു നമ്മൾ കഥ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒരുപാട് ചിരിച്ചിരുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു സംശയമായിരുന്നു എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് മാറ്റി തന്നത് ഒമറാണ്. സത്യം, ഇത് സത്യം. സാറിന്റെ ടെൻഷൻ മാറ്റാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സാറിന്റെ ഒരു പാട്ട് കൂടെ പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഞങ്ങള് ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഏതാണ്ട് 1.5 മാസമായിട്ടുള്ളൂ. ആൻഡ് ഓണത്തിന് ഇറക്കണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷെ ടൈം എങ്ങനെ, അതിനൊരുപാട് പണം ചെലവാണ്. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ റഷ് ചെയ്യണം, സ്പീഡപ്പ് ചെയ്യണം. ആൻഡ് അഫ്കോഴ്സ് പ്രൊഡ്യൂസർ അദ്ദേഹം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വാശി എന്നോട് ഉറപ്പിച്ചത് ഈ പടം ചെയ്യുമ്പോൾ ഇത് ഞാൻ ഓണത്തിന് ഇറങ്ങിയിരിക്കും, ഇത് ഞാൻ റിലീസ് ചെയ്തിരിക്കും എന്നുള്ളൊരു ആ ഒരു വാക്ക്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ആൻഡ് പിന്നെ ഈ പടത്തില് ഞാൻ മാത്രമല്ല കേട്ടോ, ഈ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പടത്തിൽ അഭിനയിക്കുന്നത് എല്ലാവരും ബാഡ് ബോയ്സ് തന്നെയാണ്. ഇവരില്ലാതെ ഈ ബാഡ് ബോയ്സ് ഇല്ല. ഇത് എൻ്റെ ഒരു പടം മാത്രമല്ല, ഇത് എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ബിബിൻ, സെന്തിൽ, ആൻസൺ, എവറിബഡി, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എനിക്ക് വാക്കുകളില്ല എല്ലാവർക്കും പറയാൻ. കാരണം ഇങ്ങനെ ഒരു ടേൺ ഔട്ട് ആവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇത്രയും ലെവലിൽ ഇത് കയറുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. താങ്ക് യു സോ മച്ച് സുധീർ, ടിനി, ബാബു ആന്റണി, താങ്ക് യു സോ മച്ച്. ഷീലു, താങ്ക് യു ഫോർ വർക്കിംഗ് വിത്ത് മീ. താങ്ക് യു. ഒരു ടെക്നീഷ്യന്റെ പേര് നമ്മൾ വിട്ടുപോയി. കാരണം പിന്നെ DOP ആൽബി, ആൽബി, എഡിറ്ററായ ഡോൺ ബോസ്കോ, പിന്നെ മ്യൂസിക് ഡയറക്ടർ വില്യംസ്. ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും ഉണ്ടോ ഇവിടെ? അല്ല, നമ്മുടെ ഫൈറ്റ് മാസ്റ്ററിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഒരാൾക്ക് ബുദ്ധിമുട്ടാവും. ഫിനിക്സ് പ്രഭു. ഈ അടുത്ത് റീസെന്റ് ആയിട്ട് ടർബോ എന്ന് പറയുന്ന സിനിമയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഷെർഷാന കുറെ എനിക്ക് തോന്നുന്നു അടുത്തൊരു പ്രോജക്റ്റും വരുന്നുണ്ട്. അതുകൊണ്ട് ഷെർഷാൻ എപ്പോഴും ഫിനിക്സ് പ്രഭുവിനെ ബൂസ്റ്റ് ചെയ്യുന്നത്. ആ പേര് വിട്ടുപോയി. ഒരു ഉഗ്രൻ അടാറ് ഫൈറ്റ് സീക്വൻസ് ആണ് ഇതിൽ കമ്പോസ് ചെയ്യുന്നത്. ഒരു ഫൈറ്റ് അല്ല, എത്ര ഫൈറ്റ് ആണ്? 5 ഫൈറ്റ്. ഞാൻ മാത്രമല്ല, അഷ്റഫ് ഗുരുകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് നമ്മളെല്ലാവരും എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ പടത്തിന്റെ റിസൾട്ട്. കാരണം ആർക്കും ഒരു എന്താ പറയുക, ഒരു ക്ഷീണോ ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ 40 ദിവസം, എത്ര ദിവസമായി? 50 ദിവസം വർക്ക് ചെയ്ത് ഒരുമിച്ച്. ഒരുപാട് നല്ല ഓർമ്മകളും ഒരുപാട് നല്ല എക്സ്പീരിയൻസും ആണ്. താങ്ക് യു ഓൾ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കൊച്ചി എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വളരെ സന്തോഷമുണ്ട് ഇവിടെ വരാനും നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ട്രെയിലർ കണ്ടല്ലോ അല്ലേ? എങ്ങനെയുണ്ട് ട്രെയിലർ? സൂപ്പർ അല്ലേ? ഞാൻ ഒമറിനോടും ഇതിൻ്റെ പ്രൊഡ്യൂസർ എബ്രഹാം, മിസ്റ്റർ ആൻഡ് മിസ്റ്റർ എബ്രഹാം, പിന്നെ ഓൾ ടെക്നീഷ്യൻസ് ആൻഡ് ആക്ടേഴ്സ് ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. ഈ പടം നമുക്ക് ഓണം ബമ്പർ അടിക്കണം. അതുപോലെ തന്നെ ഒമർ എന്നെ വിളിച്ചിരുന്നു ഇങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്യണം, ബാബു ഒരു വേഷം ചെയ്യണം. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. ആദ്യം ഞാനും ഒമറും കൂടെ ഒരു പവർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു പടം പ്ലാൻ ചെയ്തു. ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടാണ് കൊറോണ വന്നത്. അപ്പോൾ അത് കൊറോണയിൽ മുങ്ങിപ്പോയി. പിന്നെ വേറെ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാനൊഴിച്ച് ബാക്കി എല്ലാം ബാഡ് ബോയ്സാണ്, മൊത്തം ബാഡ് ബോയ്സാണ്. എന്നാൽ ഇപ്രാവശ്യം നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ നായകന്റെ കൂടെയാണ്. എല്ലാവർക്കും നന്ദി, ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഇത് ആക്ച്വലി എന്ത് പറഞ്ഞാൽ ഈ പടം സംഭവിക്കുന്നത് ഒമർ ഭായിയും സാരംഗും കൂടെ എന്നെ കാണാനായിട്ട് വന്നപ്പം ഈ സാരംഗ് ഇതിന്റെ കഥ അവതരിപ്പിച്ചത് എനിക്കറിയില്ല. ഞാൻ ഈ 15 ചിത്രങ്ങളുടെ കഥ കേട്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് അദ്ദേഹം ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുമായിരുന്നു. ഒപ്പം ഒമറിൽ നിന്ന് വന്ന ഒരു സംവിധായകന്റെ ഒരു സ്പെഷ്യൽ വൈബ്, ആ ഒരു നിമിഷം തന്നെ ഈ ചിത്രത്തിലേക്ക് പ്രൊസീഡ് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനം എടുത്തത് ഞാൻ തന്നെയാണ്. ഒപ്പം പൈസ മുടക്കിയത് എൻ്റെ ഭർത്താവ് തീർച്ചയായിട്ടും. അപ്പം എന്തായാലും താങ്ക് യു ഒമർ ഭായി, താങ്ക് യു സാറ്. പിന്നെ റഹ്മാൻ ഒക്കെ ഇങ്ങോട്ട് ഈ ചിത്രത്തിലേക്ക് നമ്മൾ എന്താ പറയുക കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുന്നു. ഒപ്പം ഈ നിൽക്കുന്ന എല്ലാവരെയും ഈ ചിത്രത്തിൻ്റെ ഭാഗമാകാൻ 50 ദിവസത്തെ ഷൂട്ടെന്ന് പറയുന്നത് ഒരുപാട് എഫേർട്ട്, ഇവരെല്ലാവരും ഇട്ടൊരു എഫേർട്ടെന്ന് പറയുന്നത് മറക്കാൻ പറ്റാത്തതാണ്. അത് വളരെ സന്തോഷമായിട്ട് മഴയത്തും വെയിലത്തും ചെളിക്കകത്തും ഒക്കെ കിടന്നുണ്ട്. പനിയൊക്കെ ആയിരുന്നു. എനിക്കൊന്ന് റഹ്മാനിക്കും ആൻസിനൊക്കെ പനിയായിരുന്നു. ഒപ്പം ടിനി ടോമിൻ്റെ ഒരു എന്താ പറയുക ഒരുപാട് അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. ഇവൻ ഈ പ്രൊമോഷൻ സമയത്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് എനിക്കൊന്ന് ടിനിയുടെ ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് എടുത്തു പറയാവുന്നതാണ്. താങ്ക് യു ടിനി. നിങ്ങളുടെ എല്ലാവർക്കും എന്നെ നന്ദി. റഹ്മാനിക്ക, താങ്ക് യു സോ മച്ച്. ഞാനിവിടെ ആക്ച്വലി ബാഡ് ബോയ്സിനെ പറ്റി സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഭരതനാട്യത്തിനെ പറ്റി പറഞ്ഞതുകൊണ്ട്
ഭരതനാട്യം നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിലൊക്കെ ഓടുന്നുണ്ട് ഇന്ന് വരെ. നാളത്തെ കാര്യം എനിക്കറിയില്ല. നാളെ ഒരു വമ്പൻ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നായകൻ്റെ പടം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ മിക്കവാറും ഭരതനാട്യമൊക്കെ അടുത്ത് മാറ്റി വരും. അപ്പം പറ്റിയാൽ നിങ്ങൾ കുറച്ച് പേര് ഇന്ന് പോയി കണ്ടാൽ നല്ലതായിരുന്നു. എനിവേസ്, നമ്മുടെ വിഷയം ബാഡ് ബോയ്സ് ആണ്. അതെ, ഞാൻ കണ്ടുട്ടോ പടം ഭരതനാട്യം. അടിപൊളി സിനിമയാണ്, എല്ലാവരും പോയി കാണേണ്ടതാണ്. ഇറ്റ്സ് എ ഫാമിലി എന്റർടൈൻമെന്റ്. സത്യമായിട്ടും ഞാൻ ഓഡിയൻസിന്റെ റിവ്യൂ കേട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടാണ് ഞാൻ പോയി കണ്ടത്. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്വാളിറ്റിയുള്ള സിനിമയാണ്, നല്ല ഹ്യൂമർ ഉണ്ട്. ആൻഡ് ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഫിലിം. പ്രൗഡ് ഓഫ് യു. താങ്ക് യു രമേശ്. ഈ ഒരു വേദിയിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിന്റെ കാരണം ഏറ്റവും ആദ്യം രേമാൻ ചേട്ടൻ തന്നെയാണ്. ഇനി പറഞ്ഞ പോലെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ട റൊമാൻറ്റിക് ഹീറോ, റൊമാൻറ്റിക് സൂപ്പർ സ്റ്റാർ. അന്ന് ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നു. മഹാരാഷ്ട്രയിൽ എല്ലാവരും, എല്ലാ നടന്മാരും ക്ലീൻ ഷേവനാണ്. നമ്മുടെ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ എല്ലാവരും മീശ വെച്ചിട്ടുള്ള ഹീറോസാണ്. പക്ഷേ നമുക്ക് ബോളിവുഡിലെ ഒരു ഹീറോയെ പോലെ നമുക്ക് മലയാളത്തിൽ നിന്ന് കാണിക്കാൻ പറ്റിയ ഒരു സ്റ്റാർ ആയിരുന്നു, ഒരു ഹീറോ ആയിരുന്നു രഹ്മാൻ ചേട്ടൻ. എൻ്റെ വൈഫ് വലിയൊരു ഫാനാണ് രഹ്മാൻ ചേട്ടൻ്റെ. രഹ്മാൻ ചേട്ടൻ്റെ പടത്തിൽ ഞാൻ അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ഞാനൊരു വലിയ ഫാനാണെന്ന് പറയണമെന്ന്. അപ്പം നമുക്കിത് കേൾക്കുമ്പോൾ ഒരു ചെറിയ ലാലേട്ടൻ പറയുന്ന പോലെ നമ്പർ 20 മദ്രാസ് മേലെ ഒരു അസൂയ പോലെയൊക്കെ തോന്നും നമുക്ക്. അപ്പം ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് ഓൾറെഡി രഹ്മാൻ ചേട്ടനൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വീണ്ടും പറയണോ? പറഞ്ഞ ഒന്ന് പറയണമെന്ന് പറഞ്ഞു. അവിടെ ഞാൻ പറഞ്ഞിട്ടില്ല മനഃപൂർവ്വം, അത് ഞാൻ ഇന്ന് പറയുവാണ്. എൻ്റെ വൈഫ് ഭയങ്കരമായിട്ട് ഫാനാണ്. പിന്നെ ബാബു ആൻ്റണി ചേട്ടൻ. ബാബു ആൻ്റണി ചേട്ടൻ അയ്യോ, കടലൊക്കെ കണ്ടിട്ട് രോമാഞ്ചം കൊണ്ടിട്ട് ഒരു രക്ഷയിലാണ്. ഒമറിന്റെ രണ്ടാമത്തെ പടത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത്. ഹാപ്പി വെഡിങ്ങിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്തൊരു ചാൻസ് കിട്ടി. എന്നെ ആദ്യം വിളിച്ച ക്യാരക്ടർ വേറൊരു ക്യാരക്ടറായിരുന്നു. ആ സമയത്ത് എനിക്ക് ഡേറ്റ് ഇല്ലായിരുന്നു. അതിനെ കുറച്ച് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഡേറ്റ് ഉണ്ടായി. അങ്ങനെ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് വേറൊരു ക്യാരക്ടർ ഒന്ന് സഹായിച്ച ഒരു വ്യക്തിയാണ്. വലിയൊരു മനസ്സിന്റെ ഉടമയാണ് ഉമർ. ഞാൻ പല വേദിയിലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പടത്തിൽ ഞാൻ ചാൻസ് ചോദിച്ചിട്ട് അദ്ദേഹം വലിയ മനസ്സ് കാണിച്ച് എനിക്ക് അതിൻ്റെ അകത്ത് ഒരു റോള് തന്നായിരുന്നു. അല്ലേ? കറക്റ്റല്ലേ? എന്തായാലും നമ്മൾ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ചാൻസ് ചോദിച്ചത് സൈജു ചേട്ടനാണ്. അപ്പോൾ പടം തുടങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് എൻ്റെ പ്രീ വർക്ക് നടക്കുമ്പോൾ എനിക്ക് ഫേസ്ബുക്കിലൊരു മെസ്സേജ്, സൈജു കുറുപ്പ് ചാൻസ് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞത് പോയത് ഫേക്ക് ഐ ഡി, നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പൊ സൈജു ചേട്ടൻ ഹാപ്പി വെഡിങ്ങില് അങ്ങനെ ഞങ്ങൾ കമ്പനിയായി. പിന്നെ ഇതിൽ വിളിച്ചപ്പോൾ ഡേറ്റ് ഇല്ലാന്നാണ് എനിക്ക് വിഷമമായി. പക്ഷെ അപ്പൊ തന്നെ നമ്മുടെ പ്രാർത്ഥന കുറച്ചും കേട്ടു, ഡേറ്റ് തന്നു. താങ്ക് യു സൈജു ചേട്ടാ. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത്, എനിക്ക് വളരെ അടുപ്പമുള്ള എബ്രഹാം ചേട്ടനോടാണ്. എബ്രഹാം മാത്യു ഇതിന്റെ പ്രൊഡ്യൂസർ. അദ്ദേഹമായിട്ട് ആദ്യമായിട്ട് എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഒരുപാട് ആൾക്കാർ. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ പടത്തിൽ ഒരുപാട് സ്റ്റാർസിനെ കണ്ടു. ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ളൊരു പടമാണ്. പക്ഷേ നമ്മുടെ സുധീർ എപ്പോഴും നമ്മൾ വില്ലൻ റോൾസിലാണ് അദ്ദേഹത്തിനെ കണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഹ്യൂമർ ടൈമിങ്, കോമഡി ടൈമിങ് ജീവിതത്തിൽ ഞാൻ വളരെ പേഴ്സണലി എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ തന്നെ വിചാരിക്കാറുണ്ട് എന്ന് ഏതെങ്കിലും ഒരു സംവിധായകനെ അത് കണ്ടിട്ട് അദ്ദേഹത്തിന് ഒരു ഹ്യൂമർ റോളിൽ കാസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ സിനിമയിൽ അദ്ദേഹത്തിന് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഡെബ്യൂ ആണ് ആസ് എ ഹ്യൂമർ ആക്ടർ ഇൻ ബാഡ് ബോയ്സ്. എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങൾ എല്ലാവരും ബാഡ് ബോയ്സ് ഓണത്തിന് റിലീസാണ്. എല്ലാവരും അടുത്തുള്ള തിയേറ്റേഴ്സിൽ പോയി കാണണം. ഭരതനാട്യം നിങ്ങൾ ഒഴിവാക്കിയ പോലെ ഒഴിവാക്കല്ലേ പ്ലീസ്. ബാഡ് ബോയ്സ് വിൽ ബി എ ഹോൾസം ഫാമിലി എന്റർടൈനർ. നിങ്ങൾക്ക് ഫ്രണ്ട്സിനോട് കാണാം. ഒരു ഏജ് ബാരിയറും ഇല്ലാത്ത ഒരു സിനിമയാണ്. ഫൺ ഫിൽ പാക്ഡ് ഒരു എന്റർടൈനർ ആയിരിക്കും. താങ്ക് യു. കണ്ടേട്ടാ, എനിക്ക് ഫാൻസ്. നമസ്കാരം എല്ലാവർക്കും. ഞാനിവിടെ കയറി വന്നപ്പോൾ സൈജു ചേട്ടൻ നമ്മുടെ സുധീരേട്ടൻ്റെ ടൈമിങ് കോമഡിയെ പറ്റി പറഞ്ഞു. അപ്പോൾ സൈഡിൽ നിന്ന് റഹ്മാനൊക്കെ എന്നോട് പറയാണ് എൻ്റെ ടൈമിങ്ങിൻ്റെ കാര്യം പറയാതെ. അപ്പം ഞാൻ പറയാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പം പുള്ളി അടുത്ത ഇത് എനിക്കെതിരെ പറഞ്ഞു, ബാഡ് ബോയ്സ് 2 പറഞ്ഞില്ലെങ്കിൽ കട്ടാകുമെന്ന്. അപ്പോൾ ബാഡ് ബോയ്സ് 2 ഉണ്ടാവും എന്ന് റഹ്മാനക്ക് ഉറപ്പാണ്. ദൈവം അനുഗ്രഹിച്ചാൽ എപ്പോഴും വലിയ വലിയ സിനിമാക്കാർ പറയുന്ന പോലെ നമ്മളല്ല സിനിമയെ പറ്റി പറയേണ്ടത്, സിനിമയാണ് സംസാരിക്കേണ്ടത്. സിനിമ സംസാരിക്കട്ടെ, ഗംഭീരമാവട്ടെ. പിന്നെ ഈ പടത്തിന് ഒമറിക്കയുടെ കാര്യം എനിക്ക് എപ്പോഴും ഒരു നന്ദിയോടെ ഓർക്കാനുള്ളത്, എൻ്റെ ആദ്യ സിനിമ ഭൂമിതലക്ക് ശേഷം എന്നെ വിളിച്ച്
ഫോണിൽ വിളിച്ച് പടം നന്നായിട്ടുണ്ടെന്ന് അഭിനന്ദിക്കുകയും ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ എൻ്റെ പേര് പറയുകയും ചെയ്ത അപൂർവം ചില സംവിധായകർ ഒരാളാണ്. പിന്നെ ഇതിൻ്റെ റൈറ്റർ, ഈ പടത്തിൻ്റെ എഴുത്ത് തമാശ ഒക്കെ എഴുതിയിരിക്കുന്ന റൈറ്റർ. പിന്നെ എനിക്ക് വേറെ പറയാനുള്ളത്, ഇവിടെ ഇരിപ്പുണ്ടോന്ന് എനിക്കറിയില്ല, ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഉപേനിച്ചേട്ടനുണ്ട് ഇവിടെ. ഉപേനിച്ചേട്ടൻ അസോസിയേറ്റ് ആയിട്ട് വേണമെന്ന് എഴുന്നേക്കോ ഉപേനിച്ചേട്ടാ. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ്. ഒന്ന് വരൂ, നിങ്ങൾക്ക് ഇതിൽ വേദിയിൽ വരാൻ അർഹനായ ആളാണ്. വരൂ പ്ലീസ്. അത്രയും പണിയെടുത്തിട്ടുണ്ട്, കണ്ട ക്രൗഡ് ഫുള്ള്. അതേപോലെ അമീറൊക്കെ എന്നെ രസികരാജ മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞങ്ങളുടെ സിനിമ ഈ വരുന്ന 13-ാം തീയതി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഈ സിനിമയിൽ ഔസേൻ ബച്ചൻ സാറും ഉണ്ട് കേട്ടോ, പുള്ളിയും ഇത് അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ട്. ഔസേൻ ബച്ചൻ സാർ ഒരുപാട് ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഖുശ്ബു മുതൽ ഇങ്ങോട്ട് തുടങ്ങി ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഔസേൻ ബച്ചൻ സാറിനെ ഞാനാണ് ഇപ്പൊ ആദ്യമായിട്ട് ഒരു ഇൻട്രോ കൊടുത്തത്. ഓവർസീസിന് മാർക്കട്ടെ ഔസേൻ ബച്ചൻ സാർ വന്നേല്. ഔസേൻ ബച്ചൻ സാർ പ്ലീസ്. പിന്നെ ഇതൊന്ന് പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞോട്ടെ. പിന്നെ ഈ പറയുന്ന നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അവർക്കുള്ള ഇത് പറയുന്നു. മാത്രമല്ല ലിസ്റ്റിൻ ചേട്ടാ ARM ഒപ്പമാണ്. ഞങ്ങൾക്കറിയാം വലിയ സിനിമകളാണ് ഞങ്ങളുടെ ഒപ്പം ഉള്ളത്. ഞങ്ങൾ അങ്ങനെ ഒരു അവകാശവാദം ഒന്നും പറയുന്നില്ല. ഞങ്ങളൊരു സൈഡിൽ കൂടി ഒരു കുഞ്ഞു വഴിയിൽ കൂടി സൈഡിൽ കൂടി ഒരു 50 കോടി, അതായിരുന്നു ഞങ്ങളുടെ പ്ലാനുള്ളൂ അല്ലേ. അപ്പൊ എന്തായാലും താങ്ക് യു ബാഡ് ബോയ്സ്. 13-ാം തീയതി കാണുക, വിജയിപ്പിക്കുക. താങ്ക് യു വെരി മച്ച്. വീണ്ടും ഒരു ഓണക്കാല ചിത്രത്തിന്റെ അതായത് ഇക്കയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിൽ ബാഡ് ബോയ്സ് 2 എന്ന് കട്ട് ചെയ്ത് കളയുമെന്നാണ് വീണ്ടും താക്കീത്. ഒരുപാട് സന്തോഷം. വീണ്ടും ഒരു ഓണക്കാല ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ 2022 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന ഓണചിത്രത്തിന്റെ ഭാഗമായി 23 കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭാഗമാവാൻ പറ്റി. 24 ഇപ്പോ ബാഡ് ബോയ്സിന്റെ ഭാഗമായിരിക്കുകയാണ്. നമ്മുടെ എന്റെയൊക്കെ കുട്ടിക്കാലത്തുള്ള ഓണത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എൻ്റെ കുട്ടിക്കാലത്തെ ഓണത്തിനിറങ്ങിയ സിനിമകൾ ആയിരിക്കും ഞാൻ ഓർമ്മിക്കുക. ആ സിനിമകളിലെ പാട്ടുകളും ഒക്കെയാണ്. ഒരുപാട് ഹിറ്റ് സിനിമകൾ, ക്ലാസ്മേറ്റ്സ്, നരൻ, ഹരികൃഷ്ണൻസ്, സമ്മർ ഇൻ ബത്ലഹേം, ഫ്രണ്ട്സ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഓണക്കാല ചിത്രങ്ങൾ ഇപ്പോൾ ഓണത്തിന് ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഉള്ള കാലത്തിലേക്ക് പോകുമ്പോൾ 2024 ഓണം ബാഡ് ബോയ്സിന്റെ പേരിലായിരിക്കും ഓർമ്മിക്കുക. അപ്പോൾ അത് ഒരു വലിയ ഹിറ്റായി തീരട്ടെ. നിങ്ങൾക്കും ഈ പടം ഒരു ഓർമ്മിക്കുന്ന ഒരുപാട് സംഭവങ്ങളുള്ള ഒരു സിനിമയാകട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ സിനിമയിലുണ്ട്. അത് ഒരുപാട് നൊസ്റ്റാൾജിയ തരുന്ന ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്ത് ഒമറിക്ക ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശങ്കർ സാറൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ റഹ്മാനിക്ക് പഴയ തനിമ ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ പുതിയ വേർഷൻ, റഹ്മാനിക്കയുടെ പുതിയൊരു വേർഷൻ പഴയ തനിമ നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക, ഇതൊരു വലിയ വിജയമാക്കി തീർക്കുക. അതുപോലെ തന്നെ നമ്മുടെ റഹ്മാനിക്ക് പനി ആയതുകൊണ്ട് നിങ്ങൾ ഡാൻസ് വല്ലാണ്ട് സ്കോർ ചെയ്തു ഞങ്ങൾ അറിഞ്ഞു. അങ്ങനെയൊന്നും ഇല്ലേക്കാ. ഇക്ക പറയുന്നത് ഞങ്ങള് ചായയിൽ എന്തോ കലക്കി കൊടുത്തു എന്നാണ്. എന്ത് കലക്കി കൊടുത്താലും കൊടുത്ത് ഡാൻസ് കളിക്കാൻ പറ്റാണ്ടായി, അവസാനം പനിയായി. ആ ടൈമിൽ നിങ്ങൾ സ്കോർ ചെയ്തു എന്നാണ് പറഞ്ഞത്. അല്ല, സത്യം പറയാൻ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. റഹ്മാനിക്ക വരുമ്പോ എങ്ങനെയായിരിക്കും ഞങ്ങളോടൊപ്പം ഒക്കെ അഭിനയിക്കുക. ഭയങ്കര ഒരു CBSE സ്കൂളിൽ പഠിച്ച ആളാണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും, ഗവൺമെന്റ് സ്കൂളാണ് ഞാനും ബിബിനും ഒക്കെ, അപ്പൊ ഞങ്ങളോട് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വന്ന് 1-2 ദിവസം കഴിഞ്ഞ് ആള് പതിയെ താഴോട്ട് വന്ന് ഒരു ബാഡ് ബോയ് ആയി, അലമ്പായി ഞങ്ങളോടൊപ്പം. അല്ല, ഞങ്ങളോട് വളരെ സ്നേഹത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന്. റഹ്മാനിക്ക നമ്മൾ വിചാരിക്കുന്ന പോലല്ല, ഭയങ്കര കോമഡിയാണ് അത്. അതായത് പഴയ കോമഡിയൊന്നുമല്ല, പുതിയ തലമുറയിലെ അടിപൊളി കോമഡിയാണ് ആള്. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. തേർഡ് പാർട്ടിൽ ഞാനുണ്ടല്ലേ. താങ്ക് യു. ഇനി പോകണോ? കുറച്ച് സമയം കിട്ടി, ഇതിലും കൂടുതലായിട്ട് ഞാൻ പറയും. താങ്ക് യു. ഞാൻ ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് എബ്രഹാം സാറിനോട്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് 2-3 വർഷത്തിന് മുമ്പ്, കോവിഡിന് മുമ്പ് സാർ എന്നോട് പറഞ്ഞു, സുധീർ ഞാനൊരു വേഷത്തിൽ, അത് എപ്പോൾ തരും, എങ്ങനെ തരുമെന്നൊന്നും പ്രതീക്ഷിക്കണ്ട, ഞാൻ വിളിക്കുന്നു. പക്ഷെ അദ്ദേഹം വിളിക്കുമ്പോൾ ഈ 100 സിനിമ ചെയ്തതിലും നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം എനിക്ക് തരാൻ പോകുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ വന്നു, അദ്ദേഹത്തിന് പോലും അതറിയില്ല. ഒരു നല്ല വേഷം എന്ന് പറഞ്ഞ് ഓവർബായോട് പറഞ്ഞു. പക്ഷെ തന്നത്
ആൽത്തറ അമ്പാടി എന്നുള്ള ഒരു എന്താ പറയാ, അത് ഞാൻ ആ കഥാപാത്രത്തെ പറ്റി ഒന്നും പറയുന്നില്ല. അത് ഞാനും ടിനിബായി ഒരു കോംബോ ആണ്. അതുപോലെ ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു കഥാപാത്രം തന്ന എബ്രഹാം സാറിനോടും എൻ്റെ സഹോദരനുണ്ട് മുഹമ്മദ് ഭായിയോടും ഒത്തിരി താങ്ക്സ്. പിന്നെ ഇപ്പൊ ഞങ്ങളുടെ ഒരു സിനിമ ഇവിടെ എന്നെ കണ്ണത്തി ഡയറക്റ്റ് ചെയ്ത വിരുന്ന എന്നൊരു സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ ഓണത്തിന് എൻ്റെ 2 സിനിമകൾ തിയേറ്ററിൽ ഓടുന്നത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഏതായാലും ഒത്തിരി സ്നേഹം. കുട്ടിക്കാലത്ത് സിനിമ കണ്ടു വളർന്നത് റഹ്മാനിക്കയുടെ സിനിമ കണ്ട ഭാഗവും ആ റഹ്മാനിക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. എന്നും നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഇത്ര സിമ്പിളാണെന്ന്, ഇത്ര നമ്മൾ ഒരാളാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോഴും ഒത്തിരി സന്തോഷം. ഏതായാലും ബാബുച്ചേട്ടൻ ഇവര് തമ്മിലൊരു ചിലമ്പോ എന്നൊരു സിനിമ വരാൻ സാറ് സംവിധാനിച്ച ചിലമ്പോ എന്നൊരു സിനിമ. താരും തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറമായി സ്വനം. ആ പാട്ടും ആ സിനിമയും ആ ഒരു കോംബോ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുമ്പോ അതിനൊരു സന്തോഷം. ആ സിനിമയുടെ ഭാഗം ഞാനും ആലോചിക്കുമ്പോൾ എന്താ പറയാ, പറഞ്ഞ് അറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷം. പിന്നെ ഷിലുമ, ഇതിൽ അഭിനയിച്ച എല്ലാവരും, എന്താ പറയാ, ഷൈജു കുറുപ്പ്. കാരണം ഞാൻ ഈ സിനിമയില് വലിയ നടന്മാരുമായിട്ട് വലിയ നടിമാരുമായിട്ട് നടന്മാരുമായിട്ട് ഒരുപാട് സൗഹൃദമൊന്നുമില്ല. പക്ഷെ ഞാൻ ഏറ്റവും സൗഹൃദമുള്ള ഒരാള് ഈ പറയുന്ന എന്താ പറയാ, അതിൽ എടുത്തു പറയണത് ഷൈജു കുറുപ്പ്, വിപിൻ ജോർജ്, അബൂക്ക. ഇതാണ് എൻ്റെ ഒരു ഏറ്റവും അടുപ്പം. ഞാൻ മിക്കവാറും വിളിക്കുകയും സംസാരിക്കുന്ന 3 പേരാണ്. അബുസലീം, ഷൈജു കുറുപ്പ്, ഈ പറയുന്ന വിപിൻ ജോർജ്. അപ്പൊ അങ്ങനെ ഏതായാലും അവര് ഈ പറഞ്ഞ പോലെ തന്നെ അവർ 2 പേരും, ഷൈജു കുറുപ്പും വിപിനും, നമ്മളെ ഈ പടത്തിന്റെ ഭാഗമാണ്. ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. ഈ സിനിമ എല്ലാവരും ഏറ്റെടുക്കുക. ഓണത്തിന് ഈ ഡിസിജന്റെ എന്താ പറയാ ഏറാൻ പോലെ തന്നെ അതുപോലെ ഒരേപോലെ 2 പടവും സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ റഹ്മാൻ സാറിന്റെ സിനിമകൾ കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഇങ്ങനെ സംസാരിച്ചതാണ്. അപ്പൊ ആദ്യം അറബിയിൽ പറഞ്ഞിട്ട് പിന്നെ മലയാളത്തിൽ പറഞ്ഞു. شنو اقول بالعربي؟ ഞാൻ എന്താന്ന് ചോദിച്ചേ, അറബിയിൽ എന്താ പറയേണ്ടത്? അറബിയിൽ എന്താ പറയേണ്ടത്? അറബിയില് ഈ സിനിമയ്ക്ക് ബാഡ് ബോയ്സ് അടിച്ചു പൊളിച്ചു വരട്ടെ, നന്നാവട്ടെ എന്ന അറബിക്കിൽ പറ. നമ്മുടെ ഓൺലൈൻകാരെല്ലാവരും ഉണ്ട്. അത് അറബിയിൽ പറയണം. റഹ്മാൻ സാറിന്റെ പടമാണ്, അതൊന്നും അറബിയിൽ പറയണം. അതെന്തേ ബാഡ് ബോയ്സ് ആയിപ്പോയി? ബാഡ് ബോയ്സ് ആണ് നല്ലത്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ചീത്ത പേര് വന്നാലും അങ്ങനെ തന്നെ. പിന്നെ നന്നാക്കാൻ കുറെ പണി വേണ്ടേ? ബാഡ് ബോയ്സ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല ആൾക്കാരാണ്. പക്ഷേ ബാഡ് ബോയ്സ് ഒക്കെ നല്ല ബോയ്സ് ആയി വരട്ടെ. മലയാളം പറയുന്നത് കുവൈറ്റ് നിങ്ങളൊന്ന് കൈയടിക്കുക. ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് കുവൈറ്റിലെ ന്യൂസ് ചാനലിലെ, അറബിക് ന്യൂസ് ചാനലിലെ ന്യൂസ് റീഡറാണ്. അപ്പൊ ഇതൊന്ന് പറ അറബിയില്. ബാഡ് ബോയ്സ് അടിപൊളിയായിരിക്കും. ഓൾ ദി ബെസ്റ്റ് അറബിയിൽ പറ. എല്ലാവരും ക്യാമറ ആണല്ലേ? പറയാൻ പോണ്. വൈറലാവാൻ വയ്യ സത്യം പറഞ്ഞാല്. പ്രൈവസി പോയി. നിങ്ങളൊക്കെ എങ്ങനെയാ സഹിക്കണേന്ന് എനിക്ക് തന്നെ അറിയില്ല. ان شاء الله اتمنى كل التوفيق حق طاقم عمل فيلم باد بويز وبالاخص ممثلنا الكبير رحمن. അതിന് ഒമർ ലുലു ആണ്. ഒമർ ലുലു ആണ് ഡയറക്ടർ. ആ ഒമർ ലുലുവിന് ഒരു ആശംസ കൊടുത്ത്. ഇതിനെ കാണാൻ കിട്ടില്ല, അതാണ് പ്രശ്നം. അബാമാണ് എന്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ അതൊന്ന് പറഞ്ഞേ. എല്ലാവർക്കും ആശംസകൾ. അബാമില് ഹിന്ദി അപ്പൊ എല്ലാവർക്കും ഓണം ആശംസകൾ. ഓക്കെ താങ്ക് യു. അപ്പൊ എന്തായാലും അന്യരാജ്യത്തെ ഒരു ആശംസ കൂടി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയെടുത്ത്. ഓക്കെ താങ്ക് യു. ആ ഫുൾ നെയിം ഒന്ന് പറഞ്ഞേ. ഫുൾ നെയിം അറിയണം. ഒന്ന് പറഞ്ഞു. മരിയം അബ്ദുള്ള മുഹമ്മദ് അബ്ദുൽ മലിക് അൽ-ഗബാത്തി. ഓക്കെ താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്സ്. അപ്പൊ ഇനി നമുക്ക് വിളിക്കേണ്ട ടീമേ. യെസ്, എനിക്ക് തോന്നുന്നു ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ടീമിന് വേണ്ടിയിട്ടല്ലേ? യെസ്, നല്ലൊരു കൈഡി എടുക്കും ടീമിന്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം.
ഒരു ഗൈഡ് കഴിയോ നമ്മുടെ കൊച്ചിക്കാരും പൊടിയൂല്ലേ ഈ ഗൈഡ് പോലെ നല്ലൊരു ഗൈഡ്. വളരെ സന്തോഷമുണ്ട് ഇത്ര വലിയൊരു വേദിയിൽ എനിക്കും വരാൻ പറ്റി. സാധാരണ ലുലുമാളിൽ വരുന്നത് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് ഫുഡ് കോർട്ട് പോയി കഴിക്കാറുള്ള പതിവ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഒരുപാട് ഓഡിയോ ലോഞ്ചും ഒരുപാട് പരിപാടിയൊക്കെ ഞാൻ ഇതുപോലെ ഇന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു വേദിയിൽ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ റഹ്മാൻ സാറും ബാബുവിനോട് സാറൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ടി വി കാണാൻ നമ്മളെ തന്നെ ഒരുപാട് ദൂരത്താണ്. അപ്പൊ ആരെങ്കിലും VCR വാടക എടുക്കും. നമ്മുടെ കളർ ടി വിയുള്ള വീട്ടിൽ VCR വാടക എടുക്കുമ്പോൾ ഞങ്ങൾ പണ്ടത്തെ ഓർമ്മയിൽ തന്നെ കാസറ്റ് വാടക എടുക്കണതിൽ ഏറ്റവും കൂടുതൽ റഹ്മാൻ സാറിൻ്റെയും ബാബുവിൻ സാറിൻ്റെയും കാസറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബുവിൻ സാറെന്ന് പറയും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണ്ടൊക്കെ ബ്രൂസിലിയും കറാട്ടയും കൊണ്ടാണ് കേട്ടോ. പിന്നെ മമ്മൂക്കയുടെ അനിയനായിട്ടാണ് ഏറ്റവും കൂടുതൽ കണ്ടേക്കണത് അവർക്ക്. അപ്പോഴും ഇപ്പോഴും ഒരേപോലെ ഇരിക്കുന്നത്. വളരെ സന്തോഷം. ഈ സിനിമയിൽ ഞാൻ വലിയ വേഷമൊന്നും ചെയ്തിട്ടില്ല, ചെറിയ വേഷം. എന്നാലും 2-3 സ്ഥലത്ത് നല്ല ഡയലോഗൊക്കെ ഉണ്ട്. അതിലൊരു ഡയലോഗ് ട്രെയിലറിലുണ്ട്, അതിപ്പോ പറയാം. മുട്ടോളം ചോരയിൽ മുങ്ങി നിന്നിരിക്കുന്ന ടീമേ, ഇവിടുത്തെ കിടില ടീമാണ് ബാഡ് ബോയ്സ്. വളരെ സന്തോഷം. ഇങ്ങനെ ഒരു ഫ്ലെക്സ് ഒക്കെ ഉണ്ട് വിനീഷേട്ടന്. ഇതുവരെ ആർക്കും ഫ്ലെക്സ് കിട്ടിയില്ല, പക്ഷെ വിനീഷേട്ടന്റെ ഫ്ലെക്സ് ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന ആൾക്കാർ വിചാരിക്കുള്ളൂ കോഴിക്കോട് ഉണ്ടായിരുന്നു ഒരു ഫ്ലെക്സ്. വേറെ ഒന്നും പറയാനില്ല. ഈ ഒരു സിനിമ നമുക്ക് സാധാരണക്കാരുടെ സിനിമയാണ്. എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം. അപ്പൊ കൊച്ചിക്കാർ മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ. ബാഡ് ബോയ്സ് എന്ന് പേര് ഞങ്ങളുടെ കൊച്ചിയിൽ ഒരു ബാഡ് ബോയ്സ് പണ്ടുണ്ടായിട്ടാ. ആ ബാഡ് ബോയ്സ് എന്ന് കിടിലൻ ടീമായിരുന്നു. ഭയങ്കര കറാട്ടൊക്കെ പഠിച്ചൊരു ബാഡ് ബോയ്സ് ഉണ്ടായിരുന്നു കേട്ടാ. സൗദിയിൽ, നമ്മുടെ അവിടുത്തെ സൗദിയിലട്ടാ. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ബുള്ളറ്റ് ഉണ്ട്, എല്ലാവരും ജീൻസ് ആയിരുന്ന പണ്ട് ജോണി വാക്കർക്ക് ഇറങ്ങിയ ടൈമിലായിരുന്നു. അപ്പൊ അവരോടൊക്കെ എന്തെങ്കിലും പോയിട്ട് നമ്മുടെ ഫോർ ദ പീപ്പിൾ പോലെയാണ് അവര്. എന്തെങ്കിലും പോയിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടിച്ചു കഴിഞ്ഞാൽ ബാഡ് ബോയ്സിനോട് ഈ പറയുമെന്ന് പറയും. അപ്പൊ ആ ബാഡ് ബോയ്സ് വന്നിട്ടാണ് നമ്മളുടെ സോൾവ് ആക്കുന്നത്. ഇപ്പൊ ആ ഓർമ്മയും ബാഡ് ബോയ്സിന്റെ ഓർമ്മ നമ്മുടെ ചേട്ടന്മാരുടെ ഒരു ക്ലബ് ഉണ്ട് ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ. വളരെ സന്തോഷം. ഓണത്തിന് ഞങ്ങളുടെ ഒരു ഓണസദ്യയാണ് ഞങ്ങളുടെ ബാഡ് ബോയ്സ്. എല്ലാവരും വന്ന് സിനിമ കാണുമ്പോൾ വിജയിപ്പിക്കുക. താങ്ക് യു സോ മച്ച്. അടുത്തത് നമുക്ക് ഒരുപാട് സിനിമകളിലൂടെ വളരെ മനോഹരമായ ക്യാരക്ടേഴ്സ് ചെയ്തത് വൺ ആൻഡ് ഓൺലി സലിം ചേട്ടൻ. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, താങ്ക് യു. അബാബിന്റെ കൂടെ ഇത് 2ാമത്തെ സിനിമയാണ്. നമ്മള് ED-യിൽ ചേട്ടന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം. സിനിമയെ കുറിച്ചൊന്നും പറയാനില്ല, ഇപ്പൊ ട്രെയിലർ കണ്ടതാണ്. ഒമർ ഫണ്ണായിരിക്കും, ഉറപ്പായിട്ടും റഹ്മാൻ സാറിന്റെ ഒരു കമ്പാക്ക് ആയിരിക്കും. ഇതുവരെ കുറെ നാളായി ഒന്നാമത് മലയാളത്തിൽ തന്നെ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ട് എനിക്ക് കുറച്ച് നാളായി തോന്നി. ഇതുപോലത്തെ ഒരു ഫൺ ആക്ഷൻ ബിഗ് ബഡ്ജറ്റ് പരിപാടികൾ കുറച്ച് നാളായി. അപ്പൊ എന്തായാലും ഭയങ്കര ഫൺ സെറ്റായിരുന്നു. സിനിമ പോലെ തന്നെ ഭയങ്കര സന്തോഷമുള്ള സെറ്റായിരുന്നു. ഭയങ്കര തമാശയും ഒക്കെ ആയിരുന്നു. അപ്പൊ എന്തായാലും നല്ല ഓർമ്മകളാണ് സിനിമയെ കുറിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് വരട്ടെ. പ്രമോദനം 100ാം ദിവസം. അപ്പൊ സന്തോഷം. താങ്ക് യു. Alright, thank you so much. അടുത്തത് നമ്മുടെ കുറച്ച് സുന്ദരി കുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട്. അവരുടെ കൂടി നമുക്ക് എന്താണ് ഇതിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് ചോദിക്കാം. ആദ്യമായിട്ട് നമ്മുടെ ആൻസൺ ചേട്ടന്റെ പേരായിട്ട് അഭിനയിച്ച ആര്യ. യെസ്, the one and only Arya is here. Arya, hi. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു കൊച്ചിക്കാരിയാണ്. അപ്പോ എന്റെ ഫസ്റ്റ് മൂവിയുടെ ട്രെയിലർ ലോഞ്ചിന് കൊച്ചിയിൽ തന്നെ നമ്മുടെ ലുലു മാളിൽ ഞാൻ എപ്പോഴും ഉണ്ടാകാറുള്ളത് ഇവിടെ. അപ്പോ ഇവിടെ തന്നെ നടന്നതിൽ വളരെയധികം സന്തോഷം. ഒരു ബിഗ് താങ്ക് യു ടു അവാദ് സാർ. ഇത്രയും നല്ലൊരു മൂവിയുടെ പാട്ടാവാൻ കഴിഞ്ഞിട്ട് വളരെയധികം സന്തോഷം. അപ്പോ 13th നമ്മുടെ മൂവി റിലീസാണ്, എല്ലാരും പോയി കാണണം. അപ്പൊ ഓക്കെ, താങ്ക് യു. Thank you very much. അടുത്തത് നമ്മുടെ ബിബിൻ ചേട്ടന്റെ നായികയായിട്ട് അഭിനയിച്ച ആരാധ്യ is here. So ആരാധ്യ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഇത്രയും പേരില്ല ഇവിടെ, ഇത്രയും കൈയ്യടി മതിയോ? ഇത്രയും കൈയ്യടി മതിയോ ഞങ്ങൾക്ക്? കാര്യമായിട്ട് ചോദിക്കുക, ഇത്ര കൈയ്യടി ഞങ്ങൾക്ക് തരുവുള്ളോ? നല്ല കൈയ്യടി വന്നേ. കൈയ്യടിക്കുന്ന ആരും കൈയ്യടിക്കില്ലേ? സീരിയസ്ലി കൈയ്യടിക്കില്ലേ? ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ട് എത്രയും ബ്ലോക്ക് എല്ലാം കടന്ന് നിങ്ങൾ എല്ലാവരും കാണാൻ വരുമ്പോ നിങ്ങൾ ഇങ്ങനെയാണോ കൈയടിച്ച എല്ലാവരും ഒന്ന്? എന്നാലും പ്രതീക്ഷിച്ച അത്രയും പോരാ. എനിവേസ്, താങ്ക് യു സോ മച്ച്. വളരെയധികം സന്തോഷമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ റഹ്മാനിക്കയുടെ കൂടി വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്.
പിന്നെ ബാഡ് ബോയ്സ് 13-ാം തീയതി റിലീസാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനത്തെ സപ്പോർട്ട് അല്ലാട്ടോ, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാണോ കാണോ ട്രെയിലർ ഇഷ്ടമായോ? അയ്യോ ട്രെയിലർ ഇഷ്ടമായോ? രണ്ടൂന്ന് പേരെങ്കിലും ഉത്തരം പറഞ്ഞല്ലെങ്കിൽ നാളെ കിട്ടുപോയാലേ. താങ്ക് യു. അപ്പൊ എന്തായാലും നിങ്ങളുടെ സത്യം പറയാമല്ലോ, ഞാൻ ഇവിടെയാണ് ആക്ച്വലി ഞാൻ വർക്ക് ചെയ്തത് ലുലുവില്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് വന്നത്. എന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് എൻ്റെ പടത്തിന്റെ ട്രെയിലർ ലോഞ്ച് എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷിച്ചാണ് വന്നത്. പക്ഷെ നിങ്ങൾ സത്യം പറഞ്ഞ് ഇച്ചിരി നിരാശപ്പെടുത്തി കേട്ടോ. നിങ്ങളുടെ ഈ സപ്പോർട്ടൊന്നും അല്ല പ്രതീക്ഷിച്ചത്. ഞാൻ പോകുമ്പോഴെങ്കിലും ഒരു കൈ തരുമോ? പൊക്കോട്ടെ എന്ന് പറഞ്ഞാണോ? സപ്പോർട്ട് എന്തായാലും തിയേറ്ററിൽ ചെയ്തിരിക്കും. ഉറപ്പായിട്ടും എല്ലാവരും പടം പോയി കണ്ടിരിക്കും. Anyways, thank you so much. Love you all. Bye. Thank you very much. Next we have Sana Fazana. Yes, നമ്മുടെ സെന്തിലേട്ടന്റെ നായികയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. യെസ് അതാ. ഹലോ, നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ഒമർക്ക. ബിക്കോസ് ഞങ്ങളെപ്പോലെ ഒരു ബിഗ്നേഴ്സിനെ സംബന്ധിച്ച് ഒരു പ്ലാറ്റ്ഫോം കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. സോ ഒമർക്ക ഇവിടെ ഇരിക്കാൻ തോന്നുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ റഹ്മാൻ ഖാനോട് അഭിനയിക്കാൻ സാധിച്ചതിന് ഭയങ്കര സന്തോഷം. ഷീനു മാം, ചേട്ടൻ, സിൻലേട്ടൻ, ആൻസൺ ചേട്ടൻ, എല്ലാവർക്കും താങ്ക്സ്. സാരംഗേട്ടൻ. അപ്പോൾ എല്ലാവരും സെപ്റ്റംബർ 13 സിനിമ കാണണം, അഭിപ്രായം പറയണം. ഓക്കെ, താങ്ക് യു. ഇനി അടുത്തതായിട്ട് നമുക്ക് റഹ്മാൻ സാറിന്റെയും ഷീലുമാമിന്റെയും ചെറുപ്പകാലം രണ്ടുപേരും. എല്ലാവർക്കും നമസ്കാരം. അതിൽ തന്നെ ഇതൊരു വലിയൊരു പ്രൗഡ് മൊമെൻ്റ് ആണ് ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലുല്ലുമോളിൽ വരാറുണ്ട്, ടീം സോണിലൊക്കെ കളിക്കാറുണ്ട്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി തന്ന ഉമ്മരിക്ക ആൻഡ് ഓൾ ദ ബാഡ് ബോയ്സ് ടീം, താങ്ക് യു സോ മച്ച്. ആൻഡ് ഒരു വലിയ ബ്ലെസ്സിങ് ആണ് റഹ്മാൻ സാറിൻ്റെ ചൈൽഡ്ഹുഡ് ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. ആൻഡ് എവറിബഡി സെപ്റ്റംബർ 13 പടം കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹായ്, എൻ്റെ പേര് അമൃത. ഞാൻ ഷീലു മാമിൻ്റെ ചൈൽഡ്ഹുഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട മൂവിയാണ്. കാരണം എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. എനിക്ക് അർജുൻ ഇപ്പോഴും അറിയില്ല ഞങ്ങൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഈ മൂവിയിൽ എത്തിയത്. ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു ഈ മൂവിയിലായിട്ട് വിളിച്ചപ്പോൾ. അപ്പോൾ എല്ലാ ക്രൂ മെമ്പേഴ്സിനും, ഒമർ സാറിനും എല്ലാവരും ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. ആൻഡ് സെപ്റ്റംബർ 13 ഞങ്ങളുടെ മൂവി റിലീസാണ്. എല്ലാവരും പോയിട്ട് കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഇനി ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് സാരംഗ്. പോട്ടെ. കോഴിക്കോട് പോയപ്പോൾ കോഴിക്കോട്, കൊച്ചിയിൽ വന്നപ്പോൾ എവിടെയാണ്? കൊച്ചിക്കാരനല്ലേ? പരിപാടി അവസാനിക്കാറായതുകൊണ്ട് തന്നെ ഈ അവസരം ഞാൻ ഒരു നന്ദി പ്രകാശനം പോലെ ഉപയോഗിക്കുകയാണ്. അവസാനിച്ചിട്ടില്ല. അല്ല ആദ്യമായിട്ട് സിനിമയിൽ എനിക്ക് ഒരു എൻട്രി തന്ന സിനിമയിൽ എൻട്രി തന്ന ഒമർക്കിനോട് ഒരുപാട് നന്ദി. പിന്നെ ഫസ്റ്റ് പടം അടാർലവ്, അതിന്റെ പ്രൊഡ്യൂസർ ഹോസൈൻ പച്ചൻ സാർ. പിന്നെ ഈ ബാഡ് ബോയ്സ് സാധിക്കാനുള്ള ഏറ്റവും വലിയ കാരണം ഷീലു മാമാണ്. ഷീലു മാമാണ് ഫസ്റ്റ് പടം കേട്ട് ഓക്കെ അടിക്കുന്നത്. ഷീലു മാമിന് ഒരുപാട് നന്ദി. പിന്നെ എബ്രാം സാറ്, ചിഗ്നി ചമേലി പാട്ടിലെ കത്രീന കൈഫിനെ പോലെയാണ്. ആ എബ്രാം സാറിന് ഒരുപാട് നന്ദി. പിന്നെ സെപ്റ്റംബർ 13 പടം റിലീസ്. സെപ്റ്റംബർ 13 എൻ്റെ ബർത്ത്ഡേ ആണ്. 30 വയസ്സാവും. കല്യാണം കഴിഞ്ഞിട്ടില്ല. കേരള മാട്രിമോണിയിലും മലയാളിസാദി.com ഒക്കെ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ഇതുവരെ പെണ്ണ് കിട്ടിയിട്ടില്ല. പടം ഹിറ്റായി കഴിഞ്ഞാൽ അത് സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഫ്ലോകളല്ലേ. പിന്നെ ഈ പടത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാല് ടിനിച്ചേട്ടൻ പറഞ്ഞു, ടിനിച്ചേട്ടൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ടിനിച്ചേട്ടനെ കൊതിപ്പിച്ച ആളാണ് റഹ്മാൻ സാറെന്ന്. കൊതിപ്പിക്കാൻ വേണ്ടി എന്നെ ജനിപ്പിച്ചിട്ട് പോലുമില്ല ആ സമയത്ത്. അപ്പൊ അതാണ് ഈ പടത്തിലെ എൻ്റെ ഏറ്റവും വലിയ മറ്റൊരു ഭാഗ്യം. പിന്നെ ഏറമ്മ പോലെ ഒരു ബ്രഹ്മാണ്ഡ പടം നിൽക്കുമ്പോഴും അത് വിട്ട് നമ്മുടെ പടം പ്രൊമോട്ട് ചെയ്ത് അത് വിജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്ന ലിസ്റ്റിൻ സാറിന് ഒരുപാട് നന്ദി. അപ്പോ എല്ലാവർക്കും പടം കാണണം. എന്തിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ കേരള മാട്രിമോണി, മലയാളിസാദി.com, സജിൻ ബ്രോ പറഞ്ഞിട്ട് ബമ്പിളിൽ വരെ ഞാൻ അക്കൗണ്ട് എടുത്ത്. അത് പ്രത്യേകം പറയണം. ഒന്നുമില്ല, ആരും സെറ്റായില്ല. അതും പ്രീമിയം അക്കൗണ്ട്, പൈസ പോയി. അപ്പോ അടുത്തത് നമ്മുടെ പടത്തില് ഒരു ചെറിയ ചൈൽഡ് ആർട്ടിസ്റ്റ് റോൾ ചെയ്ത, വലിയ റോൾ ചെയ്ത ചെറിയ മോൾക്ക് കൊടുക്കുകയാണ് ഇശൽ. ഞാൻ റഹ്മാൻ
സാറിനോടും ഷീല മാമിനോടും വലിയ താങ്ക് യു പറയുന്നു. ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ്. പിന്നെ ഉമർ സാറിനോടും ഞാൻ ബിഗ് താങ്ക് യു പറയുന്നു. പിന്നെ എബ്രഹാം സാറിനോടും ഞാൻ ബിഗ് താങ്ക് യു പറയുന്നു. 1985 ഞാൻ മദ്രാസിൽ കൂടെ ചാൻസ് അന്വേഷിച്ച സമയത്ത് ഭരതേട്ടനെ കണ്ടു. അപ്പോൾ ഭരതേട്ടൻ്റെ ഇവിടെ ചെന്നപ്പോൾ ഭരതേട്ടൻ ചിലമ്പെന്ന് പറഞ്ഞൊരു പടം ഞാൻ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ റഹ്മാനാണ് ഹീറോ. ഞാൻ വളരെ സന്തോഷിച്ചു. ഞാൻ പറഞ്ഞു അപ്പോൾ അതിലൊരു വേഷം നമുക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ വില്ലൻ കരാട്ടെ അറിയാവുന്ന ജയൻ എന്ന് പറയുന്നൊരു കഥാപാത്രമാണ്. വളരെ സന്തോഷം. കാരണം റഹ്മാൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ. എൻ്റെ ആദ്യത്തെ പടം റഹ്മാൻ്റെ കൂടെയാണ്. റഹ്മാൻ വില്ലൻ, സോറി റഹ്മാൻ ഹീറോ, ഞാൻ വില്ലൻ. പറഞ്ഞത് കറക്റ്റാ. എനിക്ക് ഞാൻ വില്ലനാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു പടം ചെയ്യാൻ പറ്റി. പക്ഷെ അതിനുശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ പടം ചെയ്യാൻ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. അതായത് ഇതിൻ്റെ എല്ലാ പിന്നണിയിൽ നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സിനും അതുപോലെ ഡയറക്ടർക്കും എല്ലാവർക്കും നന്ദി. ഈ പടം സൂപ്പർ ഹിറ്റ് ആവും. റഹ്മാൻ്റെ വലിയൊരു ചേഞ്ച് ആൻഡ് ട്രെൻഡ് സെറ്റർ ആയിരിക്കും സിനിമ. താങ്ക് യു സോ മച്ച്.